ാണ് ആക്ച്വലി ഇത് സജ്ജമാക്കുന്നത്. ചാരസംഘടനകൾ ഏവിയേഷന്റെ അന്വേഷണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഇമ്പോർട്ടന്റ് ലൊക്കേഷൻസ് എല്ലാം പെട്ടെന്ന് മറച്ചു വെക്കാനാണ് ഈ ബ്ലാക്ക് ഔട്ട് സംവിധാനങ്ങൾ. അവിടെ പെട്ടെന്ന് ഈ ചാരസംഘടന എത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് കാമോഫ്ലാഗ് ഒരുക്കൽ. ഇപ്പൊ പാകിസ്ഥാൻ ഒരു യുദ്ധത്തിന് വരികയാണെങ്കിൽ എന്തായാലും ഡയറക്റ്റ് യുദ്ധത്തിന് വരില്ല. അപ്പൊ അവര് മെയിൻ ആയിട്ട് നമ്മുടെ ഇൻകം സോഴ്സ് ആയ പ്ലാന്റ്സ്, ഫാക്ടറീസ്, ഇൻഡസ്ട്രികൾ ഇതൊക്കെ തകർക്കാനേ ആദ്യം നോക്കുള്ളൂ. അപ്പൊ ഈ നുഴഞ്ഞുകയറ്റം ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും. കാരണം നമ്മുടെ പ്ലാന്റ്സ്, ഫാക്ടറീസ് ഈ നുഴഞ്ഞുകയറ്റ ആൾക്കാരുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാമോഫ്ലാഗ് ഒരുക്കുന്നത്. നെക്സ്റ്റ് ഒഴിപ്പിക്കൽ പദ്ധതി തന്നെയാണ്. ഇതിപ്പോ പറച്ചില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും. ഇപ്പൊ ഒരു വെടിവെപ്പ് നടന്ന ബാക്കിയുള്ള ആൾക്കാരെ എല്ലാം നമുക്ക് പെട്ടെന്ന് അവിടുന്ന് മാറ്റണമെങ്കിൽ അതിന് കുറച്ച് ഓപ്പറേഷൻസും റിസ്ക്കും ഒക്കെ കൂടുതലാണ്. ഇതെല്ലാം പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇത് ചെയ്യുന്നത്. പക്ഷേ ഈ സംവിധാനം മെയിനായിട്ട് ജാതിപരമായിട്ടാണ് ഇപ്പൊ ആക്ച്വലി ചെയ്യുന്നത്. അതൊരു തെറ്റായ ഒരു പ്രവണതയാണ്. കാരണം ഒഴിപ്പിക്കൽ പദ്ധതി ഇപ്പൊ കൂടുതലും മുസ്ലിം ജനതയോട് മാത്രമാണ് ചെയ്യുന്നത്. അത് അത്ര ശരിയായ നടപടിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം കേട്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഭയം തോന്നാം. പക്ഷെ ഇതെല്ലാം നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യ എന്ത് വില കൊടുത്തും എന്തും ചെയ്യും എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.